നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള പോലീസിന്റെ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി പുത്തൻപീടിക സെന്റ് ആന്റണീസ് HSS നിർമ്മിക്കുന്ന എമിലി എന്ന ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ മുത്തുപീടിക നിർവഹിച്ചു. കിഴുപ്പുള്ളിക്കര തണൽ താന്യം പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും തൃശൂർ തൈക്കാട്ട് മൂസ് SNA ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിൽ പാവപ്പെട്ട രോഗികൾക്കുള്ള പുതപ്പ്, കഷായം, സൗജന്യ കർക്കിടക ഔഷധക്കഞ്ഞി തുടങ്ങിയവയുടെ വിതരണം നടത്തി. കുന്നംകുളത്ത് ആംബുലൻസും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് അപകടം. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലീഫ് ടാലന്റ് ടെസ്റ്റ് തൃശൂർ ജില്ലാതല മത്സരം കൈപ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം ക്യാമ്പസിൽ നടന്നു. വാർത്തകൾ വിശദമായി. കേരള പോലീസിന്റെ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി പുത്തൻപീടിക സെന്റ് ആന്റണീസ് HSS നിർമ്മിക്കുന്ന എമിലി എന്ന ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ മുത്തുപീടിക നിർവഹിച്ചു. PTA പ്രസിഡന്റ് CC ജോസഫ് അധ്യക്ഷത വഹിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഷോർട്ട് ഫിലിമിന്റെ തിരക്കഥ പ്രിൻസിപ്പൽ സ്മിത P. ജോസ് പഞ്ചായത്ത് അംഗം CL ജോബിക്ക് കൈമാറി. സബ് ഇൻസ്പെക്ടറും ഷോർട്ട് ഫിലിം സംവിധായകനുമായ സാൻഡോ തട്ടിൽ, പ്രധാനാധ്യാപകൻ KK ഫ്രാൻസിസ്, പുത്തൻപീടിക യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് അരിമ്പൂർ പല്ലൻ, അധ്യാപിക BT സ്വപ്ന എന്നിവർ പ്രസംഗിച്ചു. കിഴുപ്പുള്ളിക്കര തണൽ താന്യം പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും തൃശൂർ തൈക്കാട്ട് മൂസ് SNA ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിൽ പാവപ്പെട്ട രോഗികൾക്കുള്ള പുതപ്പ്, കഷായം, സൗജന്യ കർക്കിടക ഔഷധക്കഞ്ഞി തുടങ്ങിയവയുടെ വിതരണം നടത്തി. നാട്ടിക നിയോജക മണ്ഡലം MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഭദ്രദീപം കൊളുത്തി. തണൽ പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, SNA ഔഷധശാല മാർക്കറ്റിംഗ് മാനേജർ ജയകൃഷ്ണൻ നമ്പി, ഡോക്ടർ അഭിഷേക് KM, എലൈറ്റ് ഹോസ്പിറ്റൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ പുലിക്കോട്ടിൽ, MG ശ്രീവത്സൻ, വാർഡ് മെമ്പർ സജിത സുനിൽകുമാർ, തണൽ മെമ്പർമാരായ ശൈലജ, ഷീബ രാമചന്ദ്രൻ, VG മോഹനൻ, ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. +2 സംസ്ഥാനതലത്തിൽ ഉന്നത വിജയം നേടിയ ആര്യയെ ചടങ്ങിൽ ആദരിച്ചു. ജൂലൈ 27 തിങ്കൾ മുതൽ ആഗസ്റ്റ് 2 വരെ താന്യം ഗ്രാമപഞ്ചായത്തിലെ 5 കേന്ദ്രങ്ങളിലായാണ് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത്. 17 വർഷമായിട്ട് നടത്തുന്ന തണലിന്റെ ഈ ഔഷധക്കഞ്ഞി ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷിതത്വത്തിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിൽ ജോയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു. കർക്കിടക മാസാചരണത്തിൽ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ സ്വാദിഷ്ടമാണ്. എന്നാൽ അതില്ല എന്നിവിടെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാം. മെഡിസിനാണ്. ആരോഗ്യത്തെ എത്രമാത്രം നമുക്ക് സുരക്ഷിതമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളത് മെഡിസിനാണ്. തണൽ ചാരിറ്റബിൾ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ 17 വർഷമായി തുടർന്നു വരുന്ന ഈ ഔഷധക്കഞ്ഞി പ്രിയപ്പെട്ട രഘുചേട്ടൻ്റെ സഹായത്തോടും അതുപോലെ തന്നെ കാറ്ററിംഗിൽ വിദഗ്ധനായിട്ടുള്ള ശ്രീവത്സേട്ടൻ്റെ ഒക്കെ സഹകരണത്തോടെ ഈ കിഴുപ്പുള്ളിക്കര പ്രദേശത്തെ എൻ്റെ പ്രിയ ഗുരുജനങ്ങൾക്ക്, അമ്മമാർക്ക് നൽകുന്ന ഈ പ്രവൃത്തി അനുദിനം ഇനിയും നന്നായി നടക്കട്ടെ. എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനിക്കട്ടെ. കുന്നംകുളത്ത് ആംബുലൻസും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് അപകടം. കുന്നംകുളം കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടത്ത് രോഗിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ആംബുലൻസ് ഡ്രൈവർക്ക് രോഗിയുടെ കൂട്ടിരിപ്പുകാരനായ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർക്കും കാറിലെ യാത്രക്കാർക്കും പരിക്കേറ്റു. രോഗിയുമായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുകയായിരുന്ന 108 നമ്പർ ആംബുലൻസിൽ എതിരെ വന്നിരുന്ന ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. ഇന്നോവ കാർ മറ്റൊരു കാറിനെ മറികടക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ പുറകിലോട്ട് നീങ്ങിയ ഇന്നോവ കാർ തൊട്ടുപുറകിലുണ്ടായിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ചു നിന്നു. 3 വാഹനങ്ങളുടെയും മുൻവശം തകർന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ പന്നിത്തടം അൽ-അമീൻ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുവമ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലീഫ് ടാലന്റ് ടെസ്റ്റ് തൃശൂർ ജില്ലാതല മത്സരം കൈപ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം ക്യാമ്പസിൽ നടന്നു. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി LP, UP, HS, HSS വിഭാഗങ്ങളിലെ ഉപജില്ലാ വിജയികളായ 88 പേർ പങ്കെടുത്തു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പ്രസിഡന്റ് മുഹസിൻ പാടു അധ്യക്ഷത വഹിച്ചു. KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. ജാമിയ ബുസ്തുനുൽ ഉലാം ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി വിശിഷ്ടാതിഥിയായിരുന്നു. KTF സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP മുഹമ്മദ് കുട്ടി സമ്മാനദാനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ അംജദ് സൊലാഹി, KTF ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് ബാബു, C അലിഫ്, ജില്ലാ കൺവീനർ മുഹസിൻ, VIM ഫൈസൽ മാസ്റ്റർ, KA ഫുളു റഹ്മാൻ സംസാരിച്ചു. രക്ഷിതാക്കൾക്കുള്ള ഓൺലൈൻ ക്വിസ് മത്സരത്തിന് പ്രമുഖ IT ട്രെയിനർ ഗഫൂർ ആറ്റൂർ നേതൃത്വം നൽകി. LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ നടന്ന ടാലന്റ് ടെസ്റ്റിന് എംസീന മരത്തങ്കോട്, NK ഷബ്ന ചാവക്കാട്, ഹാരിഷ ടീച്ചർ, സുഹൈബ് മാസ്റ്റർ, സുഹാബി ടീച്ചർ, ഷെമിന ടീച്ചർ, സുമയ്യ ചേർ, മുഹസിൻ കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പലപ്പോഴും ഞങ്ങളെ ഒരു വേള അവിടെ തന്നെ പിടിച്ചിരുത്താൻ നിർബന്ധിതരാക്കിയത് കൊണ്ടാണ് ഇങ്ങോട്ടെത്താൻ വൈകിയത്. ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ 20 ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിൽ 15 മാർക്ക് 2-3 പേർക്ക് ഒരുമിച്ച് വന്നാൽ വീണ്ടും അവരെ ഇരുത്തി വീണ്ടും ക്വസ്റ്റ്യൻ കൊടുത്ത് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് 1, 2, 3 സ്ഥാനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ മക്കൾ വളരെ ഭംഗിയായി നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്തു എന്നാണ് സൂചിപ്പിച്ചത്. നേരത്തെ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറച്ച് ടഫാണ് മാഷേ എന്ന്. ആ ടഫായ ക്വസ്റ്റ്യനുകൾ തന്നെയാണ് നിങ്ങളുടെ മക്കൾ 20-ൽ 15 മാർക്കൊക്കെ വാങ്ങി വളരെ ഭംഗിയായി ആൻസർ ചെയ്തിട്ടുള്ളത് എന്നൊരു സന്തോഷ വാർത്ത കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ജനകീയ ആരോഗ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന OS സത്യനെ പെരിഞ്ഞനത്ത് അനുസ്മരിച്ചു. KK വത്സരാജ് MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ NR ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് നവലോക ക്രമവും പ്രാദേശിക വികസനവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. TK മീരാബായ് സത്യനെ അനുസ്മരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു മികച്ച ശുചിത്വലഹരി വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. അനുസ്മരണ സമിതി വൈസ് ചെയർപേഴ്സൺമാരായ KS ദിലീപ്, P രാധാകൃഷ്ണൻ, ട്രഷറർ TN തിലകൻ, അക്കാദമിക് കമ്മിറ്റി ഭാരവാഹികളായ TS സജീവൻ, MD ദിനകരൻ, അനുസ്മരണ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം GC രഘുനാഥ്, കൺവീനർ PB സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ബോധ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ 48 വർഷക്കാലത്തെ ജീവിതത്തിനുള്ളിൽ അദ്ദേഹം ഈ സമൂഹത്തിൽ നിർവഹിച്ച സമൂഹത്തിൽ ഇടപെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ മീരാബായി ടീച്ചർ വളരെ വിശദമായി പ്രതിപാദിക്കാൻ ശ്രമിച്ചത്. നമ്മുടെ സമൂഹത്തെ നേരായ മാർഗത്തിൽ നയിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും പുരോഗമനപരമായ ജനാധിപത്യപരമായ ബോധ്യം നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്, അതിൻ്റെ വിജയകരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും നമുക്ക് OS സത്യൻ എന്ന സുഹൃത്തിനെ ഓർക്കാനും അനുസ്മരിക്കാനും വർത്തമാനകാലത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ കടമകൾ ഏറ്റെടുക്കുന്നതിന് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനൊക്കെ തീർച്ചയായിട്ടും ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ അവരെ ഓർക്കുന്ന കാര്യങ്ങളൊക്കെ ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മറ്റൊരു കാര്യം, ഈ സമ്മേളനത്തിന് ഏറ്റവും പ്രധാനമായ വിഷയം നമ്മുടെ സഖാവ് TM തോമസ് ഐസക് ഇവിടെ അവതരിപ്പിക്കുന്ന പൊതുലോകക്രമവും പ്രാദേശിക വികസനവും. നമുക്കറിയാം, ജനകീയ ആസൂത്രണത്തിൻ്റെ 30 വർഷക്കാലത്തെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും 30 വർഷം പൂർത്തിയാകുമ്പോൾ നമുക്ക് പ്രാദേശിക തല വികസനത്തെ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ വിശേഷിച്ച് ഈ കാലഘട്ടത്തിൽ കേരള ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന വികസനത്തെ സംബന്ധിച്ച നിലപാടുകളിലെ വ്യത്യസ്തതകൾ വെച്ചുകൊണ്ട് വിലയിരുത്തപ്പെടേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. റിട്ടയേർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഭാഷാ സമര അനുസ്മരണം നടത്തി. കൈപ്പൊങ്ങലം ബുസ്താനുൽ ഉലൂമിൽ നടന്ന അനുസ്മരണ പരിപാടി RITF സംസ്ഥാന പ്രസിഡന്റ് സലാഹുദ്ദീൻ മദനി ഉദ്ഘാടനം ചെയ്തു. PA ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KA അബ്ദുൾ ഹസീബ് മദനി മുഖ്യപ്രഭാഷണം നടത്തി. VH ഇസഹാബ്, MA സാദിഖ്, EK ഇബ്രാഹിം കുട്ടി, മുഹമ്മദ് ഫാറൂഖ്, ഡോക്ടർ അംജദ് അമീൻ സൊലാഹി, PK അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. എൻ്റെ മോൻ അല്ലെങ്കിൽ
അറബി ഭാഷ പഠിക്കണം എന്ന്. അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനിൽ കുറേ നിയമങ്ങൾ, ഇന്നത് വേണ്ട, ഇന്നത് വേണ്ട. ഞാനൊക്കെ വെല്ലുവിളിച്ചു. SSLC ഇല്ലാത്തതാണ് അറബി അധ്യാപകൻ എന്ന് പറഞ്ഞ ഒരു സദസ്സിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരാളെ കാണിച്ചു തന്നാൽ, അന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഒരാളെ SSLC ഇല്ലാത്ത ഒരു അറബി ഉണ്ടായിട്ടുണ്ടാവാം, അതിന് വേറെ ക്വാളിഫിക്കേഷൻ ഉണ്ട് അവർക്ക്. തൃശൂരിലെ പ്രോട്ടീൻ പൗഡർ വിൽപ്പന കേന്ദ്രത്തിൽ ലഹരി കച്ചവടം നടത്തിയ കേസിലെ മുഖ്യപ്രതി വിഷ്ണു പ്രദീപിനെ പിറ്റ് ആക്ട് ചുമത്താൻ പോലീസ്. 1/2 കിലോയിൽ താഴെ കഞ്ചാവ് വിൽപ്പന നടത്തി സ്ഥിരമായി ജാമ്യത്തിലിറങ്ങി കച്ചവടം തുടരുന്നതായിരുന്നു വിഷ്ണുവിന്റെ രീതി. ഇത് തടയാനാണ് പിറ്റ് ആക്ട് ചുമത്തുന്നത്. വിഷ്ണു സ്ഥിരം ലഹരിക്കടത്ത് കേസ് പ്രതിയെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് കൊറിയർ സർവീസ് വഴി ലഹരി അയച്ചു നൽകുന്നതിനിടെ വിഷ്ണുവും കൂട്ടാളിയും പിടിയിലായത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ചായക്കട ഉടമയെയും വയോധികനെയും മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. മൂർക്കനാട് സ്വദേശി അച്ചു, കരുവന്നൂർ സ്വദേശി ഐവിൻ ആന്റണി എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലുള്ള ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന കളപ്പുരക്കൽ വീട്ടിൽ രാജിനെയാണ് പ്രതികൾ മർദ്ദിച്ചത്. സിഗരറ്റ് ചോദിച്ചെത്തിയ യുവാക്കളോട് സിഗരറ്റ് ഇല്ല എന്ന് പറഞ്ഞതാണ് കട ഉടമയെയും രാജിനെയും മർദ്ദിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കുരങ്ങ് ശല്യത്തിൽ ദുരിതമനുഭവിക്കുകയാണ് കടമ്പോട് മണ്ണമ്പറമ്പ് കിലാട്ടുവളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ചതിനാൽ വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയാണ്. മണ്ടപ്പറമ്പ് ഉന്നതിയിലെ ഓടുമേഞ്ഞ വീട്ടിലാണ് 64-കാരനായ കൃഷ്ണൻകുട്ടി തനിച്ച് താമസിക്കുന്നത്. 4 വർഷം മുമ്പ് തുടങ്ങിയ കുരങ്ങ് ശല്യത്തിന് ഇപ്പോഴും അറുതിയില്ല. കൃഷ്ണൻകുട്ടി പുറത്തിറങ്ങിയാൽ വീടും പറമ്പും കുരങ്ങുകളുടെ വ്യവഹാര കേന്ദ്രമായി മാറും. വീടിന്റെ ഓടുകളിളക്കി താഴെയിടും. അകത്തുകയറി വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും നശിപ്പിക്കും. ഉന്നതിയിലെ പല വീടുകളിലും കുരങ്ങുകളുടെ ആക്രമണം പതിവായിരിക്കുന്നു. സർക്കാർ ആനുകൂല്യത്തിൽ വായ്പ എടുത്തും വീട് വാർത്തുമാണ് ഭൂരിഭാഗം കുടുംബങ്ങളും കുരങ്ങു ശല്യത്തിൽ നിന്ന് രക്ഷ നേടിയത്. കൃഷ്ണൻകുട്ടിക്ക് ബന്ധുക്കളില്ലാത്തതിനാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കാൻ അർഹതയുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ നൂലാമാലയിൽ ആനുകൂല്യം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് വലയുന്നതായി പരാതി. ഓൺലൈൻ OP ടിക്കറ്റ് സംവിധാനം ജീവനക്കാരുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചെന്നും ആക്ഷേപവും. മഴക്കാലമായതോടെ ആശുപത്രി രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. OP ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് ജീവനക്കാരുടെ വ്യക്തി താല്പര്യത്തിന് അനുസരിച്ചാണ് നടക്കുന്നതും പലർക്കും OP ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോലും സാധിക്കുന്നില്ലെന്നുമാണ് പരാതി. ടിക്കറ്റ് കിട്ടിയാൽ തന്നെ ഡോക്ടറെ കാണാനുള്ള സമയം കഴിഞ്ഞിട്ടാണ് ലഭിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. പരാതി വ്യാപകമായ സാഹചര്യത്തിൽ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരണിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ആശുപത്രി സന്ദർശിച്ചു. വടക്കേക്കാട് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട വധശ്രമ കേസ് പ്രതി പിടിയിൽ. പുന്നിയൂർക്കുളം സ്വദേശി മുഹമ്മദ് ഷിഫാനാണ് പിടിയിലായത്. അണ്ടത്തോട് മേഖലയിൽ നിന്നുമാണ് പിടിയിലായെന്നാണ് സൂചന. കോട്ടയത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലപ്പാട് സ്വദേശിയായ യുവാവ് മരിച്ചു. ആലപ്പാട് കുണ്ടോളിക്കടവ് മാറാട്ട് ഷാജുവിന്റെ മകൻ 25 വയസ്സുള്ള നവനീത് സാഗറാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച കോട്ടയത്തുള്ള അമ്മയുടെ വീട്ടിൽ നിന്നും സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ പോകുമ്പോൾ ബസ് ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ചികിത്സയിൽ കഴിയുകയാണ്. ദേശീയപാത ആമ്പല്ലൂരിൽ 7 കാറുകൾ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തേക്കുള്ള മേൽപ്പാലത്തിന്റെ പ്രവേശന ഭാഗത്താണ് അപകടം. തൃശൂർ ഭാഗത്തേക്കുള്ള മേൽപ്പാലത്തിന്റെ പ്രവേശന ഭാഗത്താണ് അപകടം നടന്നത്. മുൻപിൽ പോരുന്ന കാർ പെട്ടെന്ന് കാർ ബ്രേക്ക് ഇട്ടതോടെ പുറകിൽ വന്നിരുന്ന കാറുകൾ ഒന്നിനു പുറകിൽ ഒന്നായി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ വീണ്ടും അതിരപ്പള്ളി മുറിവാലൻ കൊമ്പൻ പ്രത്യക്ഷപ്പെട്ടു. വെറ്റിലപ്പാറ പ്രദേശത്ത് 3 ദിവസമായി കാണുന്ന കാട്ടാന പതിവ് പോലെ ആക്രമണ പ്രവണത പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് പ്ലാന്റേഷൻ തൊഴിലാളികൾ പറയുന്നു. ഏകദേശം 3 വർഷം മുമ്പാണ് കൊമ്പൻ ഇവിടെ എത്തിയത്. ചെളിയിൽ കുളിച്ച നിലയിലാണ് കൊമ്പൻ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കൊറിയർ സർവീസ് വഴി മയക്കുമരുന്ന് കടത്ത് 6 കിലോ 50 ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രധാന പ്രതിയെ തൊടുപുഴയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ആളൂരിൽ കൊറിയർ പാർസൽ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച് ലഹരി മരുന്ന് വിൽപ്പന നടത്തി വന്ന സംഘത്തിന് 6 കിലോ 50 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയ കേസിൽ ഇവർക്ക് കഞ്ചാവ് അയച്ചു കൊടുത്ത പ്രധാന പ്രതിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തൊടുപുഴ ഒളമറ്റം സ്വദേശി ചെറ്റാരിക്കൽ വീട്ടിൽ 25 വയസ്സുള്ള അലൻ മാത്യു ആണ് പിടിയിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള പോലീസിന്റെ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി പുത്തൻപീടിക സെന്റ് ആന്റണീസ് HSS നിർമ്മിക്കുന്ന എമിലി എന്ന ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ മുത്തുപീടിക നിർവഹിച്ചു. കിഴുപ്പുള്ളിക്കര തണൽ താന്യം പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും തൃശൂർ തൈക്കാട്ട് മൂസ് SNA ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിൽ പാവപ്പെട്ട രോഗികൾക്കുള്ള പുതപ്പ്, കഷായം, സൗജന്യ കർക്കിടക ഔഷധക്കഞ്ഞി തുടങ്ങിയവയുടെ വിതരണം നടത്തി. കുന്നംകുളത്ത് ആംബുലൻസും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് അപകടം. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലീഫ് ടാലന്റ് ടെസ്റ്റ് തൃശൂർ ജില്ലാതല മത്സരം കൈപ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം ക്യാമ്പസിൽ നടന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.